കഥ പാതി വഴിയിൽ പാർട്ട് 11. അവതരണം ഷെറിൻ നൗഷ. ഭരതനും അലക്സിയും ആ ബീച്ചിൽ മണൽ പരപ്പിലൂടെ മുന്നോട്ട് നടന്നു. എവിടെയും ഒരു മഞ്ഞ ഡ്രസ്സിട്ട ആരെയും കാണുന്നില്ല. മഞ്ഞ ഡ്രസ്സിട്ടുകൊണ്ടാണ് അവൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭരതൻ ചുറ്റിനും നോക്കി. സമയം 4 ആവുന്നതേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ബീച്ചിൽ വൈകുന്നേരത്തെ തിരക്ക് കൂടി വന്നു. ആളുകളുടെ ബഹളത്തിനിടയ്ക്ക് അഭിരാമിയും വിഷ്ണുവും മഹേഷും ബീച്ചിലെത്തി. മുഖത്ത് മാസ്ക് ധരിച്ച അവർ ഭരതനെയും അലക്സിയെയും കണ്ടു. അഭിരാമി അവരെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ അഗ്നിഗോളങ്ങൾ പോലെ ജ്വലിച്ചു. അതെ മഹി, ഇത് തന്നെയാണവർ. ആ ഇരുട്ടിൽ, മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ താൻ കണ്ട ആ 2 മുഖങ്ങൾ ഇത് തന്നെയായിരുന്നു. മഹേഷ് അവരെ 2 പേരെയും നോക്കി. അതെ, തൻ്റെ ഊഹം തെറ്റിയിട്ടില്ല. അതവൻ തന്നെയാണ്. പൂജയെ തന്നിൽ നിന്നും അകറ്റിയ ദുഷ്ടൻ. അവളുടെ കൂടെ ചേർന്ന് തന്നെ ചതിച്ച അലക്സി. കാറിൽ ഒളിച്ചു വച്ചിരുന്ന കത്തി അഭിരാമി പുറത്തെടുത്തു. മഹി, 2 പേരെയും ഞാൻ മാറി മാറി കുത്തി വീഴ്ത്തും. അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ഞാൻ. കയ്യിൽ കാശില്ലാത്ത എനിക്ക് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ഇനിയുള്ള കാലം ജയിലിൽ കഴിഞ്ഞാലും അവരോട് പകരം വീട്ടിയ സമാധാനത്തിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കും. അവൾ വിറയ്ക്കുന്ന കാലടികളോടെ മുൻപിലേക്ക് നടന്നു. നഗരത്തിൽ ഇത്രയും ആളുകളുടെ മുൻപിൽ വച്ച് അഭിരാമിക്ക് അവരെ കൊല്ലപ്പെടുത്താൻ സാധിക്കില്ലെന്ന് മഹേഷിന് ഉറപ്പായിരുന്നു. മാത്രമല്ല, അവൾ പോകുന്നത് അപകടത്തിലേക്കാണ്. പാടില്ല. അവൻ അഭിരാമിയുടെ പിന്നിൽ നിന്നും അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു. അഭി, നിൽക്ക്. നിനക്കവരെ ഇവിടെ വച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ഇങ്ങ് വന്നേ. മഹേഷ് അവളെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കൊണ്ടുപോയി. അഭി, ഇങ്ങനെയല്ല അവനെപ്പോലുള്ള ക്രിമിനൽസിനോട് പകരം ചോദിക്കേണ്ടത്. അവർ നിന്നോടെന്താണ് ചെയ്തത്, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അവൻ പറയുന്നത് അഭിരാമിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൻ നിന്റെ ജീവിതമാണ് തകർത്തത്. അതിനു പകരം അവൻ്റെ ജീവിതം നീ ഇല്ലാതാക്കണം. നിന്നെ അവരോട് പകരം വീട്ടാൻ ഞാൻ സഹായിക്കാം. അവൻ ദേഷ്യത്തോടെ പല്ലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ആ അലക്സി ചില്ലറക്കാരനല്ല. അവൻ്റെ ജീവിതവും അവൻ്റെ എല്ലാ സന്തോഷവും എനിക്ക് ഇല്ലാതാക്കണം അബി. അവൻ നിന്നെ മാത്രമല്ല ചതിച്ചത്, അവൻ നിന്നെ മാത്രമല്ല നശിപ്പിച്ചത്. അവൻ കാരണം ഞാനും പൂജയും തമ്മിലുള്ള ബന്ധമകന്നു. അവൾ എന്നെ വിട്ടുപോയി. പൂജയുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞില്ലാതായി. അലക്സി കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കണക്കില്ല. മഹേഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ്റെ വാക്കുകൾ കേട്ട അഭിരാമി ഒന്നു ഞെട്ടി. പൂജയും മഹേഷുമായി അകന്നുവെന്നോ? മഹി, താൻ എന്തൊക്കെയായി പറയുന്നത്? പൂജയ്ക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അഭിരാമി, അവൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. 1 വർഷക്കാലം ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എന്നാൽ അവൾ സ്നേഹിച്ചത് മുഴുവനും അലക്സി എന്ന ആ ദുഷ്ടനെയായിരുന്നു. ഒടുവിൽ അവൾ എന്നെ വിട്ടിറങ്ങിപ്പോയി. ഇപ്പോൾ അവൾ എനിക്ക് ഡിവോഴ്സിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അഭി, നിനക്കുള്ളതുപോലെ തന്നെ അലക്സിയോട് എനിക്കും പകയുണ്ട്. നിന്നെ ഞാൻ സഹായിക്കാം. വ്യക്തമായ പ്ലാനോടെ അവരെ നമുക്ക് നശിപ്പിക്കണം. മഹേഷ് അവളെയും കൂട്ടി അവിടെ നിന്നും മടങ്ങിപ്പോയി. ഡോക്ടർ വിഷ്ണുവിൻ്റെ പേരിലുള്ള ആ ഫ്ലാറ്റിൽ തന്നെ അഭിരാമിയെ താമസിപ്പിക്കാൻ മഹേഷ് തീരുമാനിച്ചു. ഭരത, തന്നെ ആരോ മനഃപൂർവ്വം കളിപ്പിച്ചതാണ്. ഇവിടെ ഒരു മഞ്ഞ സാരിയും വന്നിട്ടില്ല. അലക്സി ചുറ്റിനും നോക്കി. എവിടെയും ഒരു മഞ്ഞ ഡ്രസ്സ് ധരിച്ചവരെ പോലും കാണാനില്ല. ഭരത, നിന്നെ വിളിച്ച നമ്പർ ഏതാണ്? നമുക്കൊന്ന് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കാം. അലക്സി അഭിരാമിയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട അഭിരാമി അതാരാണെന്ന് തിരിച്ചറിഞ്ഞു. അഭി, ഇനി നിനക്ക് ഈ നമ്പർ വേണ്ട. നമ്മുടെ പ്ലാനിങ്ങിൽ ഒരു പിഴവും പറ്റാൻ പാടില്ല. നിൻ്റെയും എൻ്റെയും ശത്രു ഒന്ന് തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് ഇല്ലാതാക്കണം. അവളുടെ ഫോണിൽ നിന്നും മഹേഷ് ആ സിം കാർഡ് എടുത്തു മാറ്റി. ഭരത, താൻ വന്നേ. ഒരു പക്ഷേ നിന്നോടാരെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ ആരോ നമ്മളെ മനഃപൂർവ്വം വിഡ്ഢികളാക്കിയതാണ്. അവർ 2 പേരും അവിടെ നിന്നും തിരികെ പോയി. മഹി, ഞാൻ അന്വേഷിച്ചു.
അവർ രണ്ടുപേരും ഫ്രഷ് മൈൻഡ് എന്ന കൂൾ ഡ്രിങ്ക്സിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ മാനേജർ പോസ്റ്റിലിരിക്കുന്ന ആളാണ് അലക്സി. സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ആളാണ് ഭരതൻ. അവർ രണ്ടുപേരും ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. മാത്രമല്ല രണ്ടുപേരും വിവാഹിതരാണ്. അലക്സി അവൻ്റെ ഭാര്യയായ താരയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞാൽ അവൻ പൂജയെ വിവാഹം കഴിക്കും. ഡോക്ടർ വിഷ്ണു മഹേഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മഹേഷിൻ്റെ മുഖത്ത് സങ്കടമാണോ ഉള്ളത്? അഭിരാമി അവനെ ശ്രദ്ധിച്ചു നോക്കി. അവൻ പൂജയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായി. എനിക്കറിയാം വിഷ്ണു. ഫ്രഷ് മൈൻഡ് എന്ന കമ്പനിയുടെ ഓണർ മാത്യു സാർ പപ്പയുടെ സുഹൃത്താണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്. വിഷ്ണു പുഞ്ചിരിയോടെ മഹിയുടെ തോളിൽ തട്ടി. ആ പരിചയം നമുക്ക് ഉപയോഗപ്പെടുത്തണം മഹി. എങ്ങനെയും അയാളോട് പറഞ്ഞ് ആ കമ്പനിയിൽ അഭിരാമിക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണം. അതാണ് വേണ്ടത്. വിഷ്ണു ആദ്യ ചുവട് പറഞ്ഞു. ഓക്കെ വിഷ്ണു, അത് നമുക്ക് ശരിയാക്കാം. പക്ഷേ അതിനു മുമ്പ് അഭിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. പഴയ ഈ നാട്ടുംപുറത്തുകാരിയുടെ മുഖം ഇനി ഇവൾക്ക് വേണ്ട. കുറച്ചുകൂടി ഒന്ന് മോഡേൺ ആവുന്നത് നല്ലതാണ്. ഇവളെ കണ്ടാൽ അലക്സിയും ഭരതനും ഒരിക്കലും ഇവളെ തിരിച്ചറിയാൻ പാടില്ല. അന്ന് റിസോർട്ടിൽ വെച്ച് അവർ കണ്ട പെൺകുട്ടിയെ ഇനി അവർക്ക് മനസ്സിലാക്കാൻ കഴിയരുത്. മഹി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാവിലെ ഫ്രഷ് മൈൻഡ് കമ്പനിയുടെ മുൻവശത്തെ ഗ്ലാസ് ഡോറിൽ തള്ളി തുറന്ന് സുന്ദരിയായ ഒരു യുവതി അകത്തേക്ക് കയറി വന്നു. അകത്തിരിക്കുന്നവരെല്ലാം അവരുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കി. അവൾ സ്റ്റൈലായി നടന്നു ചെന്ന് മാനേജറുടെ ക്യാബിനിൻ്റെ അകത്തേക്ക് കയറി. അലക്സി ഏതോ ഒരു കോളിലായിരുന്നു. മേ ഐ കമ്മിങ് സാർ? മധുരമായ ഒരു ശബ്ദം വാതിൽക്കൽ നിന്നും ഒഴുകി വന്നു. അയാൾ ചെയറിൽ നിന്നും ഒന്ന് തിരിഞ്ഞ് വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. ഒരു സുന്ദരി പെൺകുട്ടി അവിടെ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾ വികസിച്ചു. ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. പൂജ, ഞാൻ പിന്നീട് വിളിക്കാം. ഇവിടെ ഓഫീസിൽ അല്പം തിരക്കിലാണ്. അലക്സി കോൾ കട്ട് ചെയ്തു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.